ഹായ് നോക്കൂ, പിള്ളേർ എന്നും കളിക്കുന്ന സ്ഥലത്തേക്ക് രാവിലെ വന്നിരിക്കുകയാണ്. അങ്ങനെ പിറവൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് ചെറിയ മഴക്കോളുണ്ട് കേട്ടോ. മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ പിള്ളേരിന്ന് മഴ കാണും. അത് സത്യമായ കാര്യമായിരിക്കും. പിള്ളേരും ആദ്യമായിട്ടാണ് കേട്ടോ. പറഞ്ഞു തീർന്നില്ല, മഴ എത്തിക്കഴിഞ്ഞു. പിള്ളേരെല്ലാവരും വന്നിട്ട് തല കുമ്പിട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അത് എന്താണെന്ന് അറിയണമല്ലോ മാമ എന്നും പറഞ്ഞ് ഒരുത്തം വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. മഴ നനഞ്ഞാൽ പിള്ളേർക്ക് പനി എന്തെങ്കിലും പിടിക്കും കേട്ടോ, ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെ നമ്മുടെ പിള്ളേർ മഴത്തുള്ളി ഓരോന്നായി എണ്ണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തൊട്ടടുത്തായിട്ട് നമ്മുടെ മായാവി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ മഴത്തുള്ളി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണമല്ലോ, ഈ മഴ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു ഡൗട്ടിൽ അങ്ങനെ താഴെ ഇറങ്ങി നോക്കുകയാണ്. ലൂട്ടാപ്പിയും താഴെ ഇറങ്ങിയിട്ടുണ്ട്, എന്താണെന്നറിയാതെ. അപ്പോഴത് പിറത്ത് വീഴുന്നതുകൊണ്ട് മേലോട്ട് കയറാനുള്ള പരിപാടി നോക്കുകയാണ്. ഞങ്ങൾക്ക് പറ്റിയ കളിയെല്ലാം മഴവെള്ളം അങ്ങനെ മനസ്സിലാക്കിയിട്ട് മായാവി ദാ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ലൂട്ടാപ്പി ഓടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മഴത്തുള്ളി കാണണ്ട, വെറുത്തുപോയി. ആ ഒരു ഭാവത്തിലാണ് അവിടെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മായാവി. അവനും ഇഷ്ടമില്ല കേട്ടോ, തണുപ്പുകൊണ്ട് വെള്ളം ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ചെറുക്കനും മുന്നോട്ട് ഓടി മേലെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ഡോറിൻ്റെ അവിടെ ഒരു സൗണ്ട്. നിങ്ങൾ കുറച്ചെങ്കിലും കഴിക്കുക ഈ ചോറ്, നിങ്ങൾ എന്നെ കാണാൻ വന്നതല്ലേ, കുറച്ച് കഴിക്കുക. ഇത് ഞാനല്ല ശരിയാക്കി വെച്ചതാണ്, നിങ്ങളിത് കഴിച്ചിട്ട് പോയി. എനിക്ക് കുറച്ച് തുണി അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്നേഹിപ്പ് ഇവിടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാനാണ് ഈ ചോറ് കൊണ്ട് വെച്ചു കൊടുത്തത്. ചേച്ചിക്കാരി സ്വന്തമായിട്ട് വേവിച്ച് കൊടുത്തതുപോലെയാണ് അവകാശമായിട്ട് അവിടെ ഇരിക്കുന്നത്. അവനതൊന്നും കഴിക്കാതെ പിണങ്ങിയിരിക്കുന്നത് പോലെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അവനെന്തായാലും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ കാണാൻ വന്നതാണ്. നിൻ്റെ ചോറ് വേണ്ടടി എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് ഓടിപ്പോയി. ഞങ്ങളുടെ പിള്ളേരെ 3 പേരെയും റൂമിനകത്തേക്ക് മാറ്റി കേട്ടോ. വെളിയിൽ ചെറിയ മഴയൊക്കെ ഉണ്ട്, അത് ശരിയാകത്തില്ല, അതുകൊണ്ട് അകത്താണ്. അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂമിനകത്തോട്ട് വരാതെ പിള്ളേർക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന റൂമിലേക്ക് 3 പേര് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഏത് തരം കളി നടക്കുമെന്ന് നമുക്കറിയില്ല, അതൊക്കെ അവർ കാണിച്ചു തരും. അത് നമ്മൾ കണ്ട് ആസ്വദിക്കണം, അതാണ് ക്വാളിറ്റി കേട്ടോ. എവിടെയും മുൻപന്തിയിൽ നിൽക്കുന്ന മായിക്കുട്ടനാണ് ആദ്യം ബക്കറ്റ് കയറിയിരിക്കുന്നത്. എന്നിട്ട് അവരെ വിളിക്കുകയാണ്. ലൂട്ടാപ്പിനെ കൂട്ടുസനെ 2 പേരും വിളിക്കുകയാണ്. 2 പേരും കറങ്ങി നിൽക്കുന്നല്ലാതെ മേലോട്ട് കയറുന്നില്ലായിരുന്നു. ഇപ്പോൾ അതാ 3 പേരും കയറി ആ ബക്കറ്റിൻ്റെ മേളിലിരുന്ന് കളിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കളിച്ച് തറയിലിറങ്ങും. പിന്നെ ഒരു ചെറിയ അടിയും പിടിയും ചാട്ടവും ഓട്ടവും ഇങ്ങനെയുള്ള ചെറിയ പരിപാടിയുമായിട്ട് ലുട്ടാപ്പി തനിയെ ഒരു കളിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ 2 പേർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത്. ലൂട്ടുവിൻ്റെ കളി കണ്ട് കുട്ടൂസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഷോട്ടൊക്കെ വളരെ സ്പീഡായിരിക്കും കണ്ടോ, നോക്കിയേ. കുട്ടൂസനെ കളിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന അടവുകളാണ്. അങ്ങനെ അവനും കൂടി കളി അങ്ങനെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ചാട്ടവും ഓട്ടവും ഒക്കെ ഉണ്ടാവും. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അവർ ഏത് രീതിയിൽ കളിക്കുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. ഒരു ഉറപ്പില്ലാത്ത കളിയാണ് പിള്ളേർ കളിച്ച് കാണിക്കുന്നത്. പലതരം കളികളും നമുക്ക് കാണാം. പിള്ളേർക്ക് കളിക്കാൻ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് 1-2 ദിവസം അവരതിനെ തട്ടിക്കളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. വേറെ കളികളൊക്കെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കളിയുടെ കൂട്ടത്തിൽ ഒരു ബോൾ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കളിക്കത്തില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമായുള്ള കളിയാണ് അവർ ഈ കളിക്കുന്നത് കേട്ടോ. ഓട്ടം, ചാട്ടം, അങ്ങനെ ചെറിയ ഫൈറ്റിങ്, ഇതൊക്കെയാണ് അവർക്ക് നല്ല ഇഷ്ടമുള്ള കളി. പ്രത്യേകിച്ച് ഈ റൂം തന്നെ അവർക്ക് തികയുന്നില്ല ഇപ്പോൾ വന്ന് കേട്ടോ. കറങ്ങി ഓട്ടമാണ്. അതുപോലെ നല്ല തമാശ രീതിയിലുള്ള കളികളും നല്ല നേരം പോക്കും എല്ലാം കൂടി കലർന്നാലേ നമ്മളിവിടെ അനങ്ങാപ്പാറ പോലെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇരിക്കാനേ പറ്റൂ, അങ്ങനത്തെ രസകരമായിരിക്കും അവരുടെ കളികൾ. പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും ഒരാൾ ഞങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കും, പിന്നീട് പോയി കളിക്കും, വീണ്ടും വരും. അങ്ങനെയൊക്കെയാണ് ഇവർ 3-ൽ എപ്പോഴും ഒരാളുണ്ടാവും. അതുകൊണ്ട് 3 പേരെ ഒരുമിച്ചുള്ള കളി കിട്ടുന്നതും ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതാ ഇപ്പോഴും ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരുടെ കളികൾ. ഇന്നത്തെ കളിക്ക് കുറച്ച് സ്പീഡ് കുറവാണ്. കളി നല്ല സ്പീഡൊന്നുമില്ല, ഓട്ടവും ചാട്ടവും ഒന്നും ഉണ്ടാവുന്നില്ല. ഒരു ചെറിയ രീതിക്കൊക്കെ ചാടി കളിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്ലോ ആയിട്ടാണെല്ലാം കളി പോണതേ. പിള്ളേർക്ക് എന്തോ പറ്റിയെന്നറിയില്ല. നമ്മുടെ വിരുന്നുകാരി ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിയും കൊഴുത്തേനെ കേട്ടോ.
അവനാണെങ്കിൽ പല തരത്തിലും ചാടിയൊക്കെ കാണിക്കും. അങ്ങനെ പിള്ളേർക്ക് നല്ല എനർജി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉഷാറുള്ള കളി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇത് 3 പേർക്കും എന്ത് പറ്റിയെന്നറിയില്ല. ഒരു മന്ദഗതി കളിയാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല. പിള്ളേരുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുള്ള കളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നല്ല രസകരമുണ്ട്. ഒരാൾ കളിച്ച് കാണിക്കുമ്പോഴാണ് മറ്റൊരാൾക്ക് ഇൻട്രസ്റ്റ് വന്നിട്ട് കൂടെ കളിക്കുന്നത്. അങ്ങനെയല്ല, ഇവർ 3 പേരും അങ്ങോട്ട് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണില്ല. മത്സര കളിയാണ്. ആ കളി നമുക്ക് എന്തായാലും ഇന്ന് കിട്ടുന്നില്ല. പിള്ളേരിന്ന് ആ കളി കാണിക്കില്ല എന്നാണ് തോന്നുന്നത്. ഒരു ചൂടില്ല കളിക്ക്. അതുപോലെ തന്നെ നമ്മുടെ മായു കണ്ടില്ലേ, ആ ബക്കറ്റിൻ്റെ മേളിലൊക്കെ ഇരിക്കുന്നത്, അവനും കൂടെ രംഗത്തൊക്കെ ഇറങ്ങിയെങ്കിലേ കളിക്കൊരു ചൂടുണ്ടാവുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ കളി കളിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഒരു അടി കൂടുന്ന ഒരു ഫോമിലേക്കാണ് വരുന്നത് കേട്ടോ. ഇപ്പോഴങ്ങനെയാണ്. വെളിയിൽ നല്ല മഴയുണ്ട്, തറയ്ക്ക് നല്ല തണുപ്പുണ്ട്. പിള്ളേർക്ക് കുളിരു കിട്ടാൻ എവിടെയെങ്കിലും പോകണോ? അതായിരിക്കും കളിയുടെ സ്പീഡ് കുറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് വിശ്വസിക്കാം. തല ചരിച്ച് തറയിൽ കുത്തുന്നത് കണ്ടോ, നോക്കിയേ. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അത് നന്നായിട്ട് ഓടി കളിച്ച് അങ്ങനെ കാണിക്കും കേട്ടോ. അതാണ് നമുക്ക് നല്ല രസകരമായിട്ട് തോന്നുന്നത്. വളരെ സ്പീഡായിട്ട് ആ തല ചാഴ്ചയൊക്കെ കാണിക്കുന്നത് നല്ല രസമാണ്. ഇത് വളരെ സ്ലോ മോഷനായിട്ടാണ് പിള്ളേർ കാണിച്ചത്. ഇതുപോലെ കിടന്ന് പിടികൂടാനും ഓടാനും ഒക്കെയാണ് അവർക്ക് വലിയ ഇഷ്ടം. ഈ തറയ്ക്ക് തണുപ്പുള്ളതുകൊണ്ടാവും ഇത്ര കളിയുടെ സ്പീഡ് കുറവ്. എന്തായാലും നമുക്ക് ഇന്നത്തെ കളി ഈ ഒരു രീതിയിൽ പോകാനേ പറ്റൂ കേട്ടോ. അപ്പോൾ ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ കളി ഇതുപോലെ പോട്ടെ. ബോൾ ഉരുട്ടി വിട്ടതുപോലെ പോയത് നോക്കിയേ. ഇപ്പോഴും നല്ല സ്പീഡായിട്ട് കളിക്കുന്നുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ സ്പീഡ് വേണം. എന്നാൽ കുറച്ച് സ്പീഡായിട്ട് കളിച്ച ഉടനെ വീണ്ടും ചെറിയ ഒരു അടിയുടെ ഒരു ഭാഗത്തിലേക്കാണ് പിള്ളേർ വരുന്നത്. ഈ വലുതായി വന്നുകൊണ്ടേ ഇപ്പം നല്ല അടി കൂടാനാണ് പിള്ളേർക്ക് ഇഷ്ടം. നന്നായി വാ എന്നുള്ള അനുഗ്രഹം കൊടുത്തിട്ടേ ആ സിമൻറ്റിട്ട തറയിൽ തന്നെ ഇരിക്കുകയാണ്. തറയ്ക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തന്നെ നല്ല തണുപ്പ്, വെളിയിൽ മഴയും. അങ്ങനെ പിള്ളേരുടെ ഇന്നത്തെ ചെറിയ ചെറിയ കളികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ പിള്ളേർ എന്നും ഒരേ എനർജിയിൽ എന്തായാലും കളിക്കില്ല. അത് സത്യമായൊരു കാര്യമാണ്. പലപ്പോഴും പല എനർജിയിലായിരിക്കും കളി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ കളി കണ്ട ആരും ഞങ്ങളെ കുറ്റം പറയരുത്. ഇന്നത്തെ കളി ഞങ്ങൾ ഇങ്ങനെയാണ് കളിച്ചു പോയത്. ഇനി നല്ല കളികൾ ഞങ്ങൾ കളിക്കും. ഇന്നത്തെ കാലാവസ്ഥയും അതുപോലെ മഴയും തണുപ്പും എല്ലാം കൂടെ ഞങ്ങളെ ഒരുപാട് ബാധിച്ചു. അതാണ് ഞങ്ങളിങ്ങനെ കളിക്കാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്കും ചിരിക്കാനുള്ള ഒരു കളിയും ഇന്ന് ഞങ്ങൾ കണ്ടില്ല. പിള്ളേരുടെ കാലാവസ്ഥ പ്രശ്നമായിരിക്കും. ഇന്നത്തെ ഓട്ടവും കളിയും നിങ്ങൾക്കെല്ലാവർക്കും എത്രമാത്രം ഇഷ്ടമായെന്നുള്ളത് നിങ്ങളുടെ കമൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ പിന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും, പിള്ളേരുടെ അടിപൊളി കുരുത്തക്കേടുമായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഓക്കേ, ബൈ.